ഒരു മെത്തേഡ് വഴി നിങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. എക്യുപ്മെന്റും ഇല്ലാതെ ഒരു ക്യാമറ ഇല്ലാതെ നമുക്ക് പോഡ്കാസ്റ്റ് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇപ്പം കുറച്ച് കാലമായിട്ട് ബൂം ചെയ്ത് വരുന്നൊരു പരിപാടിയാണ് പോഡ്കാസ്റ്റ്. സോ ആൾക്കാരുടെ ഫ്രാങ്ക് ആയിട്ടുള്ള കാഷ്വൽ ആയിട്ട് ടോക്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര, അതേപോലെ തന്നെയാണ് നമ്മളെ ബ്ലോഗ്സ്, ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ വേറൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതായത് ഭയങ്കര ക്യൂരിയസ് ആണ്. അങ്ങനെയാണ് ഫാമിലി വ്ളോഗേഴ്സും ഡെയിലി വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിക്കായി വരുന്നത്. അതുപോലെയുള്ള ഒരു സെൻസിൽ വരുന്ന കാര്യമാണ് പോഡ്കാസ്റ്റ് പരിപാടി. ആൾക്കാർ ഒരു സ്ക്രിപ്റ്റഡ് അല്ലാത്ത രീതിയിൽ ആൾക്കാർ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ആണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അത് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുണ്ട്, എല്ലാ ജനറൽ ടോക്സും ഉണ്ട്. സോ അതിൻ്റെ ഒരാൾ മാത്രം സംസാരിക്കുന്ന സാധനം ക്ലിപ്പ് ചെയ്തിട്ട് മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യുന്നൊരു മെത്തേഡും ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ആൾക്കാർ വിചാരം അതിൽ 90% സമയത്തും ഓപ്പോസിറ്റിൽ ആൾക്കാരുണ്ടാവില്ല, അവർ പ്രിറ്റൻഡ് ചെയ്യാണ് അങ്ങനെ ആൾക്കാരുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. പക്ഷേ അതങ്ങനെ ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ ഒരു ക്യാമറ ഇല്ലാതെ നമുക്ക് പോഡ്കാസ്റ്റ് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. അത് നല്ല പൊട്ടൻഷ്യലാണ്. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നൊരു മാർക്കറ്റിംഗ് മെത്തേഡാണ്. അത് നമുക്ക് സിസ്റ്റംസ് വെച്ചിട്ട്, പ്ലാറ്റ്ഫോംസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ക്യാമറയും ഒരു എക്യുപ്മെൻറ്റോ ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഒന്നും ഇല്ലാതെ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ഇപ്പം എല്ലാ ടൈപ്പ് ബിസിനസ്സുകാരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ആ പരിപാടി. സോ നിങ്ങൾ ഒരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ ഓൺലൈൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡിൻ്റെ കൂടെ തന്നെ എന്തായാലും ഡെഫിനറ്റ് ട്രൈ ചെയ്ത് നോക്കണം.